എന്തെങ്കിലുമൊക്കെ ബിഹേവിയർ ഡിസോർഡർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഭാര്യ പറയാൻ നോക്കൂ ടു ബിഹേവ് ലൈക്ക് ദാറ്റ്, എല്ലാവരും മുന്നിൽ വെച്ച് ഐ എം ലൈക്ക് ദാറ്റ്, ഇഫ് യു വാണ്ട് ടു ആക്സെപ്റ്റ് യു ആക്സെപ്റ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സാധ്യമാണ്. അപ്പൊ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചില റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഭംഗിയായിട്ട് ചെയ്യാൻ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ഒന്നിച്ചുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസം. ഇപ്പൊ നമ്മളൊരു സംഗീതം, ഒരു പാട്ട് പാടും, ഇപ്പൊ ഒരുപാട് ഇൻസ്ട്രുമെന്റ് അതിൽ ട്യൂൺ ചെയ്ത് പാടുമ്പോഴാണ് ആ പാട്ട് ഭംഗിയാവുന്നത്, അല്ലെ? ഒരാള് അവതാളത്തിലും മറ്റൊരാൾ ഭൂപാളത്തിലും മറ്റൊരു ഭൂതാളത്തിലും പാടിക്കഴിഞ്ഞാൽ ആ പാട്ട് എങ്ങനെയുണ്ടാവും? ഒരു സ്വരം വേറൊരു സ്വരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? ഒന്നും തോന്നില്ല. ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ മുട്ട, തക്കാളി, ചെരുപ്പ് ഇതൊക്കെ നമുക്ക് കിട്ടും. കാരണം അവർക്ക് ഡിസ്റ്റർബൻസ് വരും. അപ്പൊ എല്ലാം ഒരു സിങ്ക് ചെയ്യണം, വേണം പറയൂ. പക്ഷെ നമ്മൾ നോക്കൂ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തും ഫാമിലി ലൈഫിലൊക്കെ അങ്ങനെ ഒരു സിങ്കിങ് ഇന്നുണ്ടോ? കമോൺ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിങ്കിങ് വരാത്തത്? അതിനാണ് കൃഷ്ണൻ പറയുന്നത്, പലരും അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല, അവരുടെ വീക്ക്നെസ്സിനെ പലരും കോംപ്രമൈസ് ചെയ്യുന്നു. ആ വീക്ക്നെസ്സിൽ നിന്ന് പുറത്തു വരാൻ പലരും, ഇനി കുറച്ചൊരു വീക്ക്നെസ് ഇല്ലാത്തവർ അതിന് ഈഗോ കാണിക്കുകയാണ്, ഞാൻ എല്ലാവരെക്കാളും സുപ്പീരിയർ ആണ്. ഈ തരത്തിൽ ഒന്നുകിൽ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ആയിട്ടും പല രീതിയിൽ ആളുകൾ ജീവിതം കൊണ്ടു നടക്കുമ്പോൾ ഒരിക്കലും ഒരു സിങ്കിങ് ജീവിതം ഉണ്ടാവില്ല. അപ്പൊ അതുണ്ടാവണമെങ്കിൽ കൃഷ്ണൻ പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, വളരെ ഇഫക്റ്റീവാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങള് കൃഷ്ണൻ അതിൻ്റെ ഒരു നമുക്കൊരു ക്ലീൻ പിക്ചർ തരികയാണ്. വളരെ ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് നോക്കാം. ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിദൈവ ഗുണഭേദദാ പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവശ്രുണുതാന്യപി. മൂന്ന് കാര്യങ്ങളെ, ജ്ഞാനം, കർമ്മ, കർത്ത, ഇത് മൂന്നും നിങ്ങളുടെ തലയിൽ ഓർക്കണം. ഏതൊക്കെയാണ്? ജ്ഞാനം, കർമ്മ, കർത്ത. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രിന്റഡ് ആയിരിക്കുന്ന അറിവ്, അല്ലാതെ ഇവിടെ പറയുന്ന ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബോട്ടണിയും കമ്പ്യൂട്ടർ സയൻസും ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അറിവുകളുണ്ടോ, അതൊരു അമ്മയെ സംബന്ധിച്ച് കുക്കിംഗ് ആയിരിക്കാം, ഡ്രൈവിംഗ് മുതൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു നോളജ് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ടോ, അതിനെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് ജ്ഞാനം. പിന്നെ രണ്ടാമത്തെ കർമ്മം, നമ്മുടെ ആക്ഷൻസ്, പ്രവൃത്തി. മൂന്നാമത്തത് കർത്ത. കർത്ത പറഞ്ഞാല് ഡൂവർ, നമ്മളിലെ ഐ. ഈ മൂന്നിനും ഗുണവേദത, ഗുണത്തിനനുസരിച്ച്. അപ്പൊ ഗുണം എന്ന് പറഞ്ഞാൽ ഓർമ്മ വേണം, എന്താ ഗുണം? ത്രിഗുണങ്ങൾ. ഏതൊക്കെയാണ് ഈ ത്രിഗുണങ്ങള്? ചിലർക്ക് സത്വ ഗുണമുണ്ട്, ചിലർക്ക് രജോ ഗുണമുണ്ട്, ചിലർക്ക് തമോ ഗുണം. അതിനനുസരിച്ച് ഗുണവേദത, അവരുടെ ഈ ജ്ഞാനത്തിനും കർമ്മത്തിനും കർത്തത്വത്തിനും ഭേദങ്ങൾ, വ്യത്യാസം ഉണ്ടായിരിക്കും. ത്രിദൈവ, എത്ര? മൂന്ന് തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. മൂന്ന് തരത്തിലുള്ള കർമ്മം, ഇത് മൂന്ന് തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. പ്രോച്യതേ ഗുണസാഖ്യാന്, ഇതെല്ലാം അർജുന ഏതിൽ പറഞ്ഞിട്ടുണ്ട്? ഗുണസാഖ്യം, സാഖ്യം എന്നൊക്കെ കൃഷ്ണൻ പറയുമ്പോൾ കൃഷ്ണൻ ഇത് റഫർ ചെയ്യുന്നത് ഏത് ബുക്കിൽ നോക്കിയിട്ടാണെന്ന് അറിയുന്നു. സാഖ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വേണം, കൃഷ്ണനേക്കാളും മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആചാര്യനായിരുന്നു കപിലാചാര്യൻ. അദ്ദേഹത്തിന്റെ പേര് കപില വാസുദേവൻ എന്നായിരുന്നു. ആ കപില വാസുദേവൻ തന്നിരിക്കുന്ന സ്ക്രിപ്റ്റിന്റെ പേരാണ് നമുക്ക് തന്നിരിക്കുന്ന, ഭാരതത്തിന് തന്നിരിക്കുന്ന ഒരു ശാസ്ത്രത്തിന്റെ പേരാണ് സാഖ്യശാസ്ത്രം. ഏതാണ്? അപ്പൊ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് എന്തുണ്ട്? സാഖ്യശാസ്ത്രമുണ്ട്. കൃഷ്ണൻ റെഫർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ശങ്കിലൊക്കെ ഗതാധാരിയിൽ അങ്ങനെ എന്തെങ്കിലും അടിച്ചു വിടുകയാണ്. കൃഷ്ണനും നമ്മളെ പോലെ മുന്നേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ കൃഷ്ണനും ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടാണ്. നോക്കൂ, കൃഷ്ണനെ സമ്മതിക്കണ്ടേ? നമ്മൾ കൃഷ്ണൻ വല്ലതും പഠിച്ചിട്ടുണ്ട് എന്നുള്ള ബോധത്തിലാണോ നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ പോകുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? കൃഷ്ണൻ ഇതൊക്കെ സ്വയം അങ്ങോട്ട് തരികയാണെന്നാണ്. കൃഷ്ണൻ പറയുന്നത് ഞാനിതൊക്കെ പഠിച്ചെടുത്തിട്ടാ ഡെവലപ്പ് ചെയ്ത്, പോയി പഠിക്കൂന്നല്ലേ നമ്മളോട് പറയാം.
പറയൂ നിങ്ങൾ. ഹിന്ദുക്കൾ അത് മാത്രം നോക്കിയില്ല. നമ്മൾ വെറുതെ അന്ധമായി കൃഷ്ണനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃഷ്ണൻ പരിശീലിച്ചത് നമ്മൾ പരിശീലിച്ചിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നു? അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, അർജുന, സാങ്കേതിക ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, യഥാവത്സുനോ, അതിനെ വേണ്ട വിധത്തിൽ കേട്ടാണ്. അപ്പൊ ഇനി ഇവിടുന്ന് പറയാൻ പോകുന്നതൊക്കെ എവിടെ ഉള്ളതാ? സാങ്കേശാസ്ത്രത്തിൽ കപിലാചാര്യൻ പറഞ്ഞതാണ് കൃഷ്ണൻ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? വളരെ ശ്രദ്ധിക്കണേ. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. തത് ജ്ഞാനം, തത് ആ ജ്ഞാനം, തത് മീൻസ് അത്, ജ്ഞാനം അറിവ്, സാത്വികം വിദ്ധി ആ അറിവിനെ അർജുന ഏത് ജ്ഞാനം എന്നറിയണം? സാത്വികം ജ്ഞാനം. ഏതാണ് ഈ സാത്വികം ജ്ഞാനം? അർജുനനോട് പറയുന്നു, അർജുന ആദ്യം മനസ്സിലാക്കുക, ഏന ഏകം സർവഭൂതേഷു, സർവഭൂതേഷു ഏന ഏകം ഭാവം അവ്യയം ഈക്ഷതേ. സർവഭൂതങ്ങളിലും ഏകം ഭാവം. ശ്രദ്ധിക്കണം, എല്ലാ ഭൂതങ്ങളെയും ഏകമായൊരു ഭാവത്തിൽ ഈക്ഷതേ. ആർക്ക് ആർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിഭക്തം വിഭക്തേഷു. വിഭക്തം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കുന്ന. അപ്പൊ ഓരോ ഭൂതങ്ങളും ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്നും ഒരുപോലെയല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ പഞ്ചഭൂതം എന്ന് പറയുന്ന സമയത്ത് തന്നെ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, പിന്നെ ഈ ഭൂമിയുള്ള സകല ചരാചരങ്ങളും അല്ലേ, ഒന്നുപോലെയല്ല മറ്റൊന്ന്. ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളുടെ വ്യത്യസ്തതയുണ്ട്. അപ്പൊ നമ്മൾ നോക്കൂ, ഓരോന്നിലും എന്തെല്ലാം വെറൈറ്റി. മനുഷ്യരിൽ വെറൈറ്റി ഉള്ള പോലെ ഓരോ സസ്യജാലങ്ങളിലും മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ വെറൈറ്റി ഉണ്ട്. പക്ഷെ ആരാണോ ഈ അവിഭക്തം വിഭക്തേഷു, ഈ അവിഭക്തമായതിനെ സർവഭൂതങ്ങളിൽ ഏകഭാവത്തെ ആരാണോ കാണുന്നത് അവരാണ്, അവരുടെ ജ്ഞാനമാണ് സാത്വികം. അപ്പോ ഈ കാണുന്ന ഈ വൈവിധ്യത്തിന്റെ പിന്നിൽ ഒരു ഏകത്വം. അപ്പൊ അതാണ് ഭാരതത്തിന്റെ ദർശനം. എന്താണ്? നാനാത്വത്തിൽ ഏകത്വ ദർശനം. അപ്പൊ നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിന്റെ ദർശനം എന്നത് നമ്മളിങ്ങനെ ഒരു കാഷ്വലായിട്ട് പറയുന്ന വാക്കാണ്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ബുദ്ധിയുള്ള ഒരാള്, വിവേകമുള്ളവർ ഒരാള്, അല്ലെങ്കിൽ വിവേകത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരാള് എല്ലാ വ്യത്യസ്തതയിലും ഇത് കാണണം, ഒരു ഏകത്വം കാണും. അതാണ് ഭാരതത്തിന്റെ മഹത്വം. ഭാരതമുണ്ടല്ലോ, റിലീജിയൻ വൈസ്, കാസ്റ്റ് വൈസ്, ഇതൊക്കെ നമ്മളെ കുറിച്ച് വെസ്റ്റേണേഴ്സ് തെറ്റിദ്ധരിച്ചതാണ്. ഇവിടെ കാസ്റ്റ് അത് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണൻ ഇത് പറയില്ലല്ലോ. കാസ്റ്റിന്റെ രൂപത്തിൽ എല്ലാവരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നോ ഒരു ഡിഫറെന്റ് ലുക്ക് വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എന്തെല്ലാം വെറൈറ്റി ഡിഫറൻസ് ഉണ്ടോ എല്ലാത്തിനെയും ഒരു യൂണിഫൈഡ് ഫീൽഡ് എനർജി. ഐൻസ്റ്റീൻ ഒക്കെ ചിന്തിച്ചതാണ്. ഐൻസ്റ്റീൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം അതായിരുന്നു, ഒരുപാട് തിയറികളുണ്ട്, ഇതിനെല്ലാം കൂടി ഒന്ന് യൂണിഫൈഡ് തിയറി ഉണ്ടാക്കണം. അങ്ങനെ എല്ലാം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാമാക്കി ആളുകൾക്ക് കുറച്ചുകൂടി സയൻസ് ഒന്ന് ഈസി ആക്കി മാറ്റണം, അല്ലെ? അതായത് ഐൻസ്റ്റീൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം. പിന്നീട് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നൊന്നിനെ പറഞ്ഞത് എന്താണ്, എല്ലാറ്റിനെയും അതിന്റെ പിന്നീട് വിഭജിച്ചു പോകുമ്പോൾ കാണുന്ന ഒരു സ്ട്രിംഗ് തിയറി എല്ലാം, ഇതൊക്കെ കാണുമ്പോൾ ലോകം മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒരേ എനർജിയിലാണ്, ഒരേ മാഗ്നറ്റിക് പവറിലാണ്. എല്ലാം ഒരു പരസ്പരമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ നമുക്ക് അത്രയൊന്നും ഡീപ്ലി സയൻസിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളതിന്റെ പെരിഫറിയിൽ നോക്കിയാൽ പോലും നമ്മൾ നോക്കൂ, ഒരേ അന്തരീക്ഷത്തിൽ, ഒരേ അറ്റ്മോസ്ഫിയറിൽ, അല്ലെ, ഒരേ എയർ, ഒരേ ഗ്രാവിറ്റി, ഒരേ സൂര്യൻ, ഒരേ ചന്ദ്രൻ, ഇതെല്ലാം ഒരേ സത്യത്തിലാണ് നമ്മളെല്ലാം ചേർത്ത് വെച്ച്. ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യത. ആരാണ് ഇവിടെ സുപ്പീരിയർ, ആരാണ് ഇവിടെ ഇൻഫീരിയർ, ആരെ നമ്മൾ ഡിഗ്രി ചെയ്യണം, ആര് ഞാൻ ക്യാമറ ആണെന്ന് ചിന്തിക്കണം. ആരും സുപ്പീരിയറോ ആവണ്ട, ആരും
എല്ലാവരും ഒരേ സത്യത്തിന്റെ വ്യത്യസ്ത മാനിഫെസ്റ്റേഷൻ അല്ലെ. അൾട്ടിമേറ്റ്ലി സയൻസ് പറയുന്നത് എവറിത്തിങ് ഇവോൾവ് ഫ്രം സെയിം എനർജി. ആ എനർജിയിൽ എവിടെയാണ് സുപ്പീരിയറും ഇൻഫീരിയറും? ആ എനർജിയിൽ എവിടെയാണ് ഡിഫറെന്റ് കാസ്റ്റ് ഒക്കെ ഉള്ളത്? അപ്പൊ ആരും ആരെയും ഡീഗ്രേഡ് ചെയ്യണ്ട, ആരും ആരുടെയും സുപ്പീരിയർ ആവേണ്ട കാര്യമില്ല. ആ ഒരു ഇന്നർ ലുക്ക് നമുക്കുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരേ സത്യമാണ്, ഒരേ സത്യത്തിന്റെ വൈവിധ്യ രൂപമാണ്. അപ്പൊ ആ ഒരു സത്യത്തെ കണ്ടെത്താനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് അങ്ങനെ ഒരു നോളജ് ആർക്കാണോ ഇതിനെല്ലാം ഒരു പണ്ട് 7th ചാപ്റ്ററിൽ കൃഷ്ണൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ഓർക്കണ്ടോ അല്ലേ? ഈ സ്പിൽ തിയറിക്ക് അവതരിപ്പിക്കുമ്പോൾ ഓർക്കണം. സൂത്രേ മണിഗണ ഇവ. ഏതാണ്? അതായത് ഇപ്പൊ നമ്മളൊരു മാല കാണുമ്പോൾ ആ മാലയിലുള്ള പൂക്കളൊക്കെ കോർത്തിരിക്കുന്നത് ഒരേ നൂലിലാണെന്ന് കാണുന്നത് പോലെ എല്ലാവരെയും ചേർത്തിരിക്കുന്നത് ഒരേ സത്യത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണ് മനുഷ്യൻ മറ്റൊരാളോട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമുള്ളത്? അപ്പൊ നോക്കൂ, നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് നോക്കിയാൽ മതി, അത്രയും മതി. അറ്റ്മോസ്ഫിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരേ ഓക്സിജനാണ് എല്ലാവരും കൺസ്യൂം ചെയ്യുന്നത്, ഒരേ ഓക്സിജന്റെ നൂലിലാണ് പുറത്തിരിക്കുന്നത്, ഒരേ ഗ്രാവിറ്റിയിലാണ് പുറത്തിരിക്കുന്നത്, ഒരേ അറ്റ്മോസ്ഫിയറിലാണ് അല്ലെ, ഒരേ സ്പേസിലാണ് പുറത്തിരിക്കുന്നത്. ആണോ? നോക്കൂ, ഇപ്പൊ ഈ ഹോൾ ഭൂമി അൾട്ടിമേറ്റ്ലി ഇത് ബ്ലാക്ക് ഹോളിലേക്ക് പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മളും ആ ബ്ലാക്ക് ഹോളിലേക്ക് പോയാൽ, കാരണം ഇവിടെ രണ്ട് സാധ്യതയുള്ളൂ, ഒന്നുകിൽ അത് ഗ്രാസ് എനർജി, അല്ലെങ്കിൽ അത് മാറ്റർ, അല്ലെങ്കിൽ എനർജി. അപ്പൊ ഈ മാറ്റർ ആയതെല്ലാം വീണ്ടും സെയിം എനർജി ആയിട്ട് മാറാൻ പോകുന്നതാണ് ഇതെല്ലാം. ആണോ? ഇതിലേതിനെയാണ് നിങ്ങൾ സുപ്പീരിയർ എന്ന് വിളിക്കുക, ഏതിനെ നിങ്ങൾ ഇൻഫീരിയർ എന്ന് വിളിക്കുക? അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവരും ഒന്നാണ്. അപ്പൊ മറ്റൊരാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്താലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആവണ്ട, മറ്റൊരാൾ എന്നെ വിഷമിപ്പിച്ചാലും ഞാൻ വിഷമിക്കണ്ട. അതിനെ ഇഗ്നോർ ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടെങ്കിൽ, ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിച്ചാൽ എല്ലാവരും അൾട്ടിമേറ്റ്ലി സെയിം, എല്ലാവരും ഒരേ സത്യം തന്നെ. ഇതൊക്കെയാണ് ഭാരതത്തിലെ ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. അതാണ് വളരെ ലളിതമായിട്ട് എഴുത്തച്ഛൻ പറയുന്ന യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഈശാവാസ്യോപനിഷത്തിൽ ആദ്യത്തെ മന്ത്രമാണ് ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. ഈ ഒരൊറ്റ നോളജ് മതി നമ്മുടെ ലൈഫിനെ നേരെയാക്കാൻ. എന്താ പറയുന്നത്? ഈശാവാസ്യമിദം സർവം, സർവം ഈശാവാസ്യം, എല്ലാം ഇരിക്കുന്നത് ഒരേ ഈശ്വരൻ. ആ ഈശ്വരൻ എന്നതുകൊണ്ട് അർത്ഥമെടുക്കേണ്ടത് ഒരു ഫോമോടുകൂടി ഈശ്വരനല്ല. ഈശ്വരൻ എന്നതുകൊണ്ട് അർത്ഥമെടുക്കേണ്ടത് ഒരു ഹൈ ഇന്റലിജൻസ്. ഈ പ്രപഞ്ചത്തിനെ ഈ രൂപത്തിൽ ആക്കാൻ നോക്കൂ, ഒരു മെറ്റീരിയൽ എനർജിക്ക്, ഒരു കോസ്മിക് എനർജിക്ക് രൂപം ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു കോസ്മിക് എനർജി ലോ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം ലോ അനുസരിക്കുന്നു, എല്ലാം ഫോം ആവുന്നുവെങ്കിൽ അത് ചില നിയമങ്ങൾ അനുസരിക്കുന്നു അല്ലേ? അപ്പൊ അതിനൊരു ഇന്റലിജൻസ് കൊടുക്കുന്ന ഇന്റലിജൻസിനെയാണ് ഭാരതീയർ ഈശ്വരൻ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഈശ്വരനും പ്രപഞ്ചവും രണ്ടല്ല, ഈശ്വരനും പ്രപഞ്ചവും ഒന്നാണ്. പക്ഷെ ഈശ്വരൻ എല്ലാത്തിനെയും പ്രേരക ശക്തിയാണ്, പ്രപഞ്ചം ആ പ്രേരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ശക്തിയാണ്. ഒന്ന് വൈബ്രേറ്റിംഗ് ആണ്, ഒന്ന് ആ വൈബ്രേഷന് ഇന്റലിജൻസ് പകരുന്ന ശക്തിയാണ്. ഇത് രണ്ടും ശിവശക്തിയുക്തമാണ്, രണ്ടും പരസ്പരം ചേർന്നതാണ്. അപ്പൊ അങ്ങനെ രണ്ടും ചേർന്നിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ, രണ്ട് ശക്തികളുടെ സമന്വയമായ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സുപ്പീരിയറും ഒന്നും ഇൻഫീരിയർ. പക്ഷെ പുറത്തേക്ക് നമ്മളൊരു ഇതൊക്കെ കാണുമ്പോൾ ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ അങ്ങനെ ബോസും സബോർഡിനേറ്റും ജൂനിയറായിട്ടൊക്കെ ഇരിക്കുമ്പോഴും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും സുപ്പീരിയറും ആരും ഇൻഫീരിയറും അല്ല. ഇതൊക്കെ സത്യമുണ്ടല്ലോ, മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫ് കുറെ ഈസിയാണ്. ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഭരിക്കുന്ന ആളുമല്ല, ഭാര്യ എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ട ഒരാളുമല്ല. അപ്പം വെറും ഒരു ഫ്ലഷിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന ഭാര്യ പെണ്ണ്, എൻ്റെ ഭാര്യ എൻ്റെ അടിമയായിരിക്കണം, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുമ്പോഴാണ് അവിടെ ഞാൻ ബോസും നീ എൻ്റെ സ്ലീവും എന്നൊക്കെ ചിന്ത വരും. നേരെ മറിച്ച് ഒരേ എനർജിയാണ് രണ്ടുപേരും എന്നുള്ളൊരു അറിവ് വന്നു കഴിഞ്ഞാൽ, രണ്ടുപേരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഇവോൾവ് ചെയ്യാനാണ്. കാരണം എവല്യൂഷനാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഒരു ഹയർ എനർജിയിലേക്ക് നമ്മൾ
ഉയരാനാണ് വന്നിരിക്കുന്നത്. അതിനെ രണ്ടുപേരും കൈകോർത്ത് ഉയരാൻ വേണ്ടി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ലൈഫിനെ കൊണ്ട് നടക്കുന്നവർക്ക് ജീവിതത്തിൽ താരതമ്യേന ദുഃഖം കുറവായിരിക്കും. അപ്പൊ ജ്ഞാനം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും പെർസെപ്ഷനും പലരുടെയും ആറ്റിറ്റ്യൂഡും പലരുടെയും ആക്ഷനും നെഗറ്റീവാണ്. ശരിയാണ്. അതുകൊണ്ടായിരിക്കാം കൃഷ്ണൻ പറഞ്ഞത് സാത്വിക ജ്ഞാനമുള്ളവര് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ ഏകമായ സത്യത്തെ കണ്ടെത്തും. ഞാൻ കൃഷ്ണനെ ഏറെ റെസ്പെക്ട് ചെയ്ത് ഈ സയൻസ്റ്റീനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ യൂണിഫൈഡ് ഫീൽഡ് എനർജിയെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനെക്കുറിച്ച് ഏറെ ചിന്തിച്ചതാണ്. അദ്ദേഹത്തിന്റെ ലോ ഓഫ് റിലേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ഗംഭീരമായി പറഞ്ഞ് അവസാനം പറഞ്ഞു, ഇതിനെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കൊരു ഫീൽഡ് എനർജിയെ കുറിച്ച് ഒരു കാര്യം ഉണ്ടാക്കാം. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആൾ പോയി. അത് കണ്ടെത്താൻ വേണ്ടി പിന്നീട് ഇങ്ങനെ പരിശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു ഫൈനൽ ലെവലിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ അത് ചിന്തിച്ചിരിക്കുകയാണ്. അതായത് ഈ കാണുന്ന വ്യത്യസ്തതയുടെ പിന്നിലുള്ള ഏകത്വത്തെ, ഇതെങ്ങനെയാണ് ഇതെല്ലാം ചേർത്ത് പുറത്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യന് ഉയരാൻ സാധിക്കും. യെസ്, ദർ ഈസ് എ പോസിബിലിറ്റി. നമ്മുടെ ഈ കാണുന്ന ഫ്ലഷ് കൊണ്ട് കാണുന്നതല്ല, അതിനേക്കാളും സൂക്ഷ്മമായത് കാണാനുള്ള കഴിവ് നമ്മുടെ ഇന്റലിജൻസിന് ഉണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഹിന്ദു മതത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് അതാണ്. നമുക്ക് മാംസചക്ഷുഷ് കൊണ്ട് ലോകത്തെ കാണാനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. കൃഷ്ണൻ തന്നെ വേറൊരു കണ്ണ് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതധ്യായത്തില്? ഏതൊരു അധ്യായത്തിൽ ആരോ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ഗീതയിൽ 15 ചാപ്റ്ററിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. 10ാം ശ്ലോകത്തില് ഉത്ക്രാമന്തം സ്ഥിതം വാപി ബുദ്ധ്യാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢന്മാർക്ക് എന്നെ മനസ്സിലാകില്ല, പക്ഷെ ജ്ഞാനചക്ഷുഷുള്ളവർക്ക് മനസ്സിലാവും ഞാനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ചേർത്ത് കോർത്ത് നിലനിർത്തുന്നു. അപ്പൊ പിന്നിൽ ഇതിനെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്ന ആ സത്യത്തെ അതിലേക്ക് പടിയായി ഉയരണമെങ്കിൽ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാറ്റം വരുത്തണം. എല്ലാവരും ഒന്നാണ്. ശ്വസിക്കുന്ന ബ്രത്ത് നോക്കുക. ഞാൻ ശ്വസിക്കുന്നത് ഓക്സിജൻ, വേറെ ആൾ ശ്വസിക്കുന്ന ഓക്സിജൻ. ഞാനിങ്ങനെ സുപ്പീരിയർ ആവുന്നു, വേറെ ആളെങ്ങനെ ഇൻഫീരിയർ ആവുന്നു, അല്ലേ? കമാൺ. ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാൽ തന്നെ നമ്മുടെ മൈൻഡ് കുറെ റിലാക്സ് ചെയ്യും. പൊതുവെ ഈ മെയിൽ സുപ്പീരിയോറിറ്റി, ഫീമെയിൽ ഇൻഫീരിയോറിറ്റി എന്നതൊക്കെ ആര് ക്രിയേറ്റ് ചെയ്താണ്? ഇപ്പൊ കേരളത്തിലൊക്കെ കാണാം സ്ത്രീ ശാക്തീകരണം. നിങ്ങൾ കേട്ടതാണ്, രാഹുൽ ഗാന്ധിക്ക് വളരെ കൊണ്ടു നടക്കുന്ന വേർഡാണ് ഏത്? സ്ത്രീ എംപവർമെന്റ്. വാസ്തവത്തിൽ സ്ത്രീകൾ എന്നും ശക്തിയാണ്. സ്ത്രീകളുടെ ശക്തി സ്ത്രീകൾ മനസ്സിലാക്കാതെ പോയി. ഞങ്ങൾ ഇൻഫീരിയർ ആണ് വെറും ഇൻഫീരിയർ ആയിട്ട് ഇരിക്കുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ സുപ്പീരിയർ ആവും വേണ്ട. ആരുടെയും സുപ്പീരിയർ അല്ല, ആരുടെയും ഇൻഫീരിയർ ആണ്. നമ്മളെല്ലാവരും ഒരേ എനർജിയാണ്, ഒരേ ശക്തിയാണ്, ഒരേ സത്യമാണ് എന്നുള്ള ആ ഒരു വിഷൻ. അവിടെയാണ് ഹ്യൂമിലിറ്റി, അവിടെയാണ് നമ്മൾ ഹംബിൾ ആവുന്നത്. കാരണം ഞാനും നിങ്ങളും ഒരു എനർജിയുടെ ഭാഗമാണെങ്കിൽ ആ എനർജി നമ്മളല്ല ഉണ്ടാക്കിയത്, നമ്മൾ പോലും അതിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ ഹ്യൂമിലിറ്റി വേണ്ടേ? കമോൺ. ആ ഒരു ആറ്റിറ്റ്യൂഡ്, സറണ്ടറിങ് ആറ്റിറ്റ്യൂഡ്, ഞാനെന്ന ഭാവം മാറിക്കൊണ്ട്, അതാണ് നമ്മൾ നോക്കൂ. അവസാനം വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലി അവസാനം ചൊല്ലുന്ന മന്ത്രം ഇതാണ്: കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവം കരോമി യത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം സമർപ്പിക്കുക. ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക. എവിടേക്കാ സമർപ്പിക്കുക? ഒരു ഇൻഫിനിറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു ഫൈനൈറ്റിന് എപ്പോഴും പോകാൻ പറ്റുന്നത് ഇൻഫിനിറ്റിലേക്കാണ്. ഒരിക്കലും ഇൻഫിനിറ്റ് ഫൈനൈറ്റ് ആവുന്നില്ല. ഇൻഫിനിറ്റ് ഫൈനൈറ്റ് ആവുന്നു എന്നത് വെറും ഒരു ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ മാറി വീണ്ടും അത് ഫൈനൈറ്റ് ആണെന്ന് തിരിച്ചറിയും. ഇപ്പൊ നമ്മള് ഒരു കപ്പ് വെള്ളം ഗംഗയിൽ എടുത്തിട്ട്
ആ വെള്ളത്തെ നിങ്ങൾ ആ വെള്ളത്തെ മാറ്റിയിട്ട് നിങ്ങൾ അതിന് വേറെ ഏതെങ്കിലും ഒരു പുഴയിൽ കൊണ്ടൊഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് തോന്നലെന്ത്? ഞാൻ ഗംഗയല്ല. കാരണം ഇപ്പൊ ഞാൻ വേറൊരു വെള്ളമാണ്, ഞാനിപ്പോ ഗംഗയല്ല. ഈ ഗംഗയിലെ വെള്ളവും ആ പോയ വെള്ളവും അവസാനം എത്തിച്ചേരുന്നത് കടലിലാണ്. അപ്പോഴാണ് ഈ വെള്ളം മനസ്സിലാക്കുന്നത്, ഞാൻ ഗംഗ എഴുതില്ല, ഞാൻ സരസ്വതി എഴുതില്ല, ഒന്നും എഴുതില്ല, ഞാൻ ഓഷ്യനായിരുന്നു. അവിടെ നിന്ന് അത് ഇവാപറേറ്റ് ചെയ്ത് പോയി പിന്നെ അത് ഹൈഡ്രജനും ഓക്സിജൻ ആകുമ്പോൾ അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് ഞങ്ങളെല്ലാം ഹൈഡ്രജനും ഓക്സിജനൊക്കെ. പിന്നെയും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോയപ്പോ ഞങ്ങളിതെല്ലാം എനർജി ആയിരുന്നു. അൾട്ടിമേറ്റ്ലി പോകുമ്പോൾ ഇവരെല്ലാം ഒരേ എനർജിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് അർജുന, ഏതൊരു ജ്ഞാനമാണോ എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്ന സത്യത്തെ കാണിച്ചു തരുന്നത്, ആ ജ്ഞാനത്തെയാണ് എന്ന് പറയുന്നത് സാത്വിക് ജ്ഞാനം. ഇനി രണ്ടാമത്തത്, അടുത്തത് ഏതാണ്? പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിദാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. തത് ജ്ഞാനം വിദ്ധി രാജസം. തത് ജ്ഞാനം രാജസം വിദ്ധി. ആ ജ്ഞാനത്തെ രാജസജ്ഞാനം എന്ന് അറിഞ്ഞാൽ ഏതാണത്? ഏത് ജ്ഞാനം? പൃഥക്വിദാൻ. പൃഥക് വേറെ 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 ആയിട്ട്, നാനാഭാവാൻ ഓരോന്നിനെയും വേറെ വേറെ ആയിട്ട്, പൃഥക്ത്വേന വ്യത്യസ്തമായി കാണുന്നു. അങ്ങനെ കാണിക്കുന്ന ആ ജ്ഞാനം, സർവഭൂതങ്ങളെയും വേറെ വേറെയായി കാണിക്കുന്ന ആ ജ്ഞാനം, അതിന്റെ പേരാണ് രാജസം. അപ്പൊ രാജസ ജ്ഞാനം ഉള്ളവര് അവരെല്ലാറ്റിനെയും കോർത്ത് ചേർത്ത് നിർത്തുന്ന ഒരു സത്യത്തെ കാണാനുള്ള സൂക്ഷ്മ ബുദ്ധി അവർക്ക് ഇല്ല. അവരുടെ കണ്ണേതാണ്? മാംസചക്ഷുക്കളാണ്. ഈ മാംസചക്ഷുഷ കൊണ്ട് നോക്കുമ്പോൾ അവരൊന്നൊന്നിൽ നിന്നും വ്യത്യസ്തമായി കാണും. ഈ വ്യത്യസ്തതയാണ് അവര് സത്യമായി കാണുന്നത്. ഈ മെറ്റീരിയൽ സയൻസിനെ ഇനീഷ്യലി പറ്റിയൊരു അബദ്ധമാണ്. അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ സയൻസിന് രൂപപ്പെട്ട, മെറ്റീരിയൽ സയൻസിന്റെ ബേസിൽ നിന്നാണ് പിന്നീട് കമ്മ്യൂണിസം ഒക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഈ കമ്മ്യൂണിസം ഒക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവര് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു തിയറി ഉണ്ടാക്കി കാറൽ മാക്സ് അതിനു വേണ്ടി സമയം ചെലവഴിച്ച് അവസാനം ഉള്ളവനൊക്കെ എലിമിനേറ്റ് ചെയ്ത് അതെല്ലാം ഇല്ലാത്തവന് കൊടുത്തപ്പോൾ ഈ വിഡ്ഢികൾ അറിഞ്ഞില്ല ഇല്ലാത്തവനാണ് ഉള്ളത്. എന്നാൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ ഉള്ളവൻ ഒരു കാലത്ത് ഇല്ലാത്തവനായിരുന്നു, അവര് കഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളവനായത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ കമ്മ്യൂണിസത്തില് നമ്മുടെ അംബാനിയെ വിളിക്കുക ഭൂഷൺ. ആരാണ്? ഭൂഷൺ. അനിൽ അംബാനി, മറ്റേ പേരെന്താണ്? കൃഷ്ണൻ. നമുക്ക് വീട്ടിലുള്ള പേരറിയെങ്കിൽ അവരുടെയൊക്കെ പേരറിയാം, അറിഞ്ഞിരിക്കുകയും വേണം. മുകേഷ് അംബാനിയൊക്കെ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നോക്കുകയാണെങ്കിൽ ആരാ? ഭൂഷൺ എന്ന് പറഞ്ഞാൽ മുതലാളികളാണ്, സമ്പന്നരാണ്. എന്നിട്ട് അവരെ എലിമിനേറ്റ് ചെയ്യണമെന്നപ്പോൾ ഇവർ പറയുന്നത്. പക്ഷെ ഇവർ അവരുടെ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മുകേഷ് അംബാനിയുടെ, അനിൽ അംബാനിയുടെ അച്ഛൻ ധീരുഭായ് അംബാനിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അയാൾ ഒരു കാലത്ത് പെട്രോൾ പമ്പിൽ വെറും കൂലിക്കാരാണ് ജോലി ചെയ്ത ബോംബെയിൽ, ഒന്നുമില്ലായിരുന്നു. അപ്പൊ അയാളുടെ ബുദ്ധിയും കഴിവും സാമർഥ്യവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഡെവലപ്പ് ചെയ്തത്. പിന്നെ അയാളുടെ മക്കൾ നോക്കുമ്പോൾ ഇന്ത്യ നല്ലൊരു പൊട്ടൻഷ്യലാണ്, ആളുകളെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും, നല്ല ബുദ്ധിയുള്ളവരെ. കാരണം ഇവിടെ കുറെ എണ്ണം യൂണിവേഴ്സിറ്റി പോയിട്ട് പുറത്തൊന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യാത്ത കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ അവർ സാമ്രാജ്യം ഉണ്ടാക്കി. ആണോ? അതൊരു ഭൂഷണമായിരുന്നു. ശരിക്കും കമ്മ്യൂണിസം വേണ്ടത് എന്തായിരുന്നു? ഇന്ത്യയിലുള്ളവരെയൊക്കെ ധീരുഭായ് അംബാനിമാരായി മാറ്റാൻ ശ്രമിക്കുക. അവരുടെ ബ്രെയിനിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ, ആ കഴിവ് അവരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അതല്ലേ ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അല്ലാതെ ഉള്ളവനെ എലിമിനേറ്റ് ചെയ്ത് ഇല്ലാത്തവനെ കൊടുത്തത് കൊണ്ട് ഒരു രാജ്യം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസം എല്ലായിടത്തും ഫെയിലിയർ ആയിപ്പോയത്.
കമ്മ്യൂണിസം ഫെയിലിയർ ആയതിന്റെ കാരണം അത് കമ്മ്യൂണിസം തന്നെ കൊണ്ട് നശിപ്പിച്ച. കാരണം ആ കാഴ്ചപ്പാട് ശരിയില്ല. ഇല്ലാത്തവനെ ഉള്ളവനാക്കണമെങ്കിൽ ഇല്ലാത്തവൻ ഉള്ളവനാണ് ശരിക്കും. എന്താണ് അവിടെ ഉള്ളത്? അവനൊരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ എംപവർ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു എൻവയറമെന്റ് അവന് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഡെവലപ്പ് ചെയ്തു. അതിന് പകരം ഉള്ളവനെ ഇല്ലാത്തവനാക്കി, ഇല്ലാത്തവനെ ഇവനിതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയത് ഇതുവരെ ലോട്ടറി അടിച്ച ഒരുത്തിന് നേരില്ല. ആടിന് 2-3 ആൾക്കാർ ഇതുവരെ നേരിടും. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇവർക്ക് പണം കിട്ടാത്തതുകൊണ്ടല്ല, ഉള്ള പണത്തിനെ ഉപയോഗിക്കാനുള്ള ബുദ്ധി വേണ്ടേ? അത് ആരൊക്കെ അതിൻ്റെ അടുത്ത് അടിച്ചു മാറ്റിപ്പോയി. അപ്പൊ ആ ബുദ്ധി ഇവൻ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഒരു എൻവയറമെന്റ്, അതിനുള്ള ട്രെയിനിങ് ആദ്യം ഇവർക്ക് കൊടുക്കണം. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഏത് കാര്യത്തിലും ഒരു കല്യാണം നടക്കുന്നതിന് മുമ്പ് ആ ഏത് കാര്യത്തിലും ഒരു ജോലി എങ്ങനെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യണം. അവിടെ പോയി അസൂയ കാണിച്ചുകൊണ്ടോ അവിടെ പോയി ഫൈറ്റ് ചെയ്തുകൊണ്ടോ കാര്യമില്ല. നമ്മൾ ഇവോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ട വേണം, അല്ലേ? നമ്മുടെ റിസോഴ്സ് ഇത്രയുള്ളൂ. ഓക്കെ, ഐ ആക്സെപ്റ്റ്, ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്കിപ്പോ ഞാൻ പ്രൊഡക്റ്റ് കാണുന്നു, അത് എന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമില്ല. പക്ഷെ ഐ ക്യാൻ സ്റ്റിൽ ഗ്രോ. ഞാൻ അടുത്തൊരു സ്റ്റേജിലേക്ക് ഇവോൾവ് ചെയ്യണം. അതിനുള്ള ഒരു എൻവയറമെന്റ് നമുക്കുണ്ടായിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഈ ലോകം നന്നാകുമായിരുന്നു.